ഒന്നും വേണ്ട. നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ബോധോദയം സിദ്ധിച്ചെന്ന് വരാം. നിങ്ങൾ ജീവിതം മുഴുവനും ശ്രമിച്ചാലും കിട്ടിയില്ല എന്നും വരാം. നിങ്ങൾ എത്രമാത്രം അതിൽ ഫുൾ ഇൻവോൾവ് ആവുന്നോ, നിങ്ങൾ ഫുൾ സമയം അതിൽ മുഴുകി വേറെ ഒന്നും ശ്രദ്ധിക്കാതെ വേറെ ഒന്നും നോക്കാതെ ഇപ്പം നമ്മുടെ അനുഭവം പറയാം. അതാണ് തപസ് എന്ന് പറഞ്ഞത്. തപസ് മുറാക്കബ എന്നൊക്കെ പറയുന്നത്. തപസ് ചെയ്യുന്ന ഒരാള്, ഒരു ഈശ്വരൻ കാട്ടിലോ വിജനമായ സ്ഥലത്തോ പോയിട്ട് അദ്ദേഹം നിശ്ചലമായിട്ടിരിക്കുക, ഒന്നും കാണാതെ ഒന്നും പറയാതെ ഒന്നും ചിന്തിക്കാതെ ഞാനും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. പിന്നെ ഉള്ളതാരാ? ഒരു ഋഷീശ്വരനും ഒന്നുമില്ലാതെ ലക്ഷ്യമില്ലാതെ ഒരു തപസ്സും നടക്കൂല. തൻ്റെ മുന്നിൽ ഗുരു ഉണ്ടാവും. ആ ഗുരുയെ കണ്ടുകൊണ്ട്, ആ ഈശ്വരനെ കണ്ടുകൊണ്ട് താനുമില്ല ഒന്നുമില്ല ഈശ്വരനല്ലാതെ ആ ഒറ്റ കാഴ്ചയിലായിരിക്കുന്നു. അതായത് എല്ലാം മറന്നുകൊണ്ട് ഗുരുവിന്റെ ഒപ്പം കുറച്ചു കാലം എല്ലാം മറന്നുകൊണ്ട് അത് നമ്മൾ എവിടെ ഇരുന്നാലും ആകും. എൻ്റെ ഇറാഗോയും എൻ്റെ കാടും വിജനമായ ഇതും ഇതിൻ്റെ മുകളിലായിരുന്നു, അറ്റത്തായിരുന്നു. ഞാൻ ഹിമാലയത്തിലെ, എൻ്റെ ഹിമാലയം ഈ വീട്ടിൻ്റെ മുകൾ ഭാഗമായിരുന്നു. എൻ്റെ ഇറാഗോയ വീടിൻ്റെ മുകളിലായിരുന്നു. എൻ്റെ യൂപ്രട്ടീസ് വനം മുയ്യദ്ദീനെ ഇത്ര കാലം ഇരുന്നത് ഈ വീട്ടിൻ്റെ മുകളിലായിരുന്നു. ഗംഗാധരൻ കേട്ടോ? കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സെല്ലാം കളഞ്ഞ് എല്ലാത്തിനും പോയി നിശ്ചലമായി ആ ഒന്നിൽ തന്നെ ഇതാവുമ്പോഴാണ് ഒരു ഹിമാലയം വേണ്ട, ഒരു യൂപ്രട്ടീസ് വനം വേണ്ട, ഒരു വിജനമായ സ്ഥലം വേണ്ട. അവിടെയാണ് വിജനം. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്ക് ആ വിജനം ഉണ്ടാക്കാം. നമ്മുടെ മനസ്സ് ഒന്നിനും പോകാൻ മതി. ഇപ്പം നിങ്ങൾ 1000 ആൾ കൂടിയിരിക്കുന്ന നടുകൂടിയിരിക്കുന്ന ഒരാളാണെങ്കിലും അയാൾ 1000 ആളെയും ഒന്നിനും കാണുന്നില്ല. അയാളുടെ ആ ലക്ഷ്യം, ആ ബിന്ദു മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഹിമാലയത്തിൽ പോകുന്നത് പലവരും പറയാ, നമ്മുടെ ഭാരത ദർശനത്തിൽ അധികം പറഞ്ഞു ഹിമാലയത്തിൽ അവിടെ ധ്യാനത്തിന് പോകാനും അവിടെ പല മഹർഷിമാരും ശീശരന്മാരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തരും ആ ഏകാന്തതയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും പോകാൻ ഒരു ഹിമാലയം സഹായിക്കുന്നില്ല. നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയാക്കുകയും എല്ലാത്തിനും മനസ്സിൽ നിന്ന് കളയുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഏകാഗ്രതയും യാഥാർത്ഥ്യം. എല്ലാത്തിനും എടുത്ത് കളയണം. അവിടെയാണ് തപസ്, മുറക്കവ എന്നൊക്കെ പറയുന്നത്. അധികകാലം ഇറാഖിൽ പോയി എന്നില്ലല്ലോ. കാലമൊന്നും പറഞ്ഞിട്ടില്ല. കാലം പറഞ്ഞിട്ടില്ല. മാസങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞില്ല. ഇത്ര കാലം കാലമില്ല. അത് സംഭവിക്കും. അതിനുവേണ്ടി പ്രയത്നിച്ചാൽ സംഭവിക്കും.